Dear students, good morning all. NIS +2 പൊളിറ്റിക്സിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളിന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കുന്നത് രണ്ടാമത്തെ മൊഡ്യൂളിലെ 6, 7, 8, 9 ഈ 4 ചാപ്റ്ററുകളിൽ നിന്നും വരാവുന്ന MCQ അതുപോലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സാറിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്ത് കാണുകയും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കണം. അതുപോലെ ഒരു നോട്ട്സോ ഇത് എടുക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫസ്റ്റ് വൺ വരുന്നത് റൈറ്റ് ടു property was removed from the list of fundamental rights by Dash Amendments Act of the Constitution. ഭരണഘടനയുടെ ഡാഷ് ഭേദഗതി നിയമപ്രകാരം സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. അത് ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ്? ആൻസർ വരുന്നത് 44th അമെൻമെൻറ്റ് പ്രകാരമാണ്. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. The rights are given in Part 3 of Constitution and are termed as Dash rights. ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. അവയെ ഡാഷ് അവകാശങ്ങൾ എന്ന് വിളിക്കുന്നു. ആൻസർ വരുന്നത് ഫണ്ടമെൻ്റൽ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തത് റൈറ്റ് ടു ഈക്വാലിറ്റി എയിംസ് അറ്റ് ആൻ എൻഡ് ടു ഡാഷ് ഡിസ്ക്രിമിനേഷൻ. സമത്വത്തിനുള്ള അവകാശം ഡാഷ് വിവേചനം അവസാനിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ആൻസർ വരുന്നത് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. നെക്സ്റ്റ് വരുന്നത് ഫോർത്ത് വൺ, നാലാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ടു ഈക്വാലിറ്റി ഹാസ് ഡാഷ് കൈൻഡ്സ് ഓഫ് ഈക്വാലിറ്റീസ്. സമത്വത്തിനുള്ള അവകാശത്തിന് ഡാഷ് വിധത്തിലുള്ള ഈക്വാലിറ്റി തുല്യതകൾ വരുന്നുണ്ട്. ആൻസർ വരുന്നത് 5. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ടു പ്രൊവൈഡ് ഫോർ ദ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ഡാഷ് അവകാശമാണ് തൊട്ടുകൂടായ്മ നിർത്തലാക്കുന്നതിനുള്ള വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ആൻസർ ഈക്വാലിറ്റി. നെക്സ്റ്റ് വൺ, ആറാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ക്യാൻ മേക്ക് ഡാഷ് പ്രൊവിഷൻസ് ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ചൂഷണത്തിന് എതിരെയുള്ള വ്യവസ്ഥകൾ ഒരു സ്റ്റേറ്റിന് സൃഷ്ടിക്കാൻ കഴിയും. അത് ഏതിലൂടെയാണ്? ഏത് വ്യവസ്ഥയിലൂടെയാണ്? ആൻസർ വരുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻസ്. സ്പെഷ്യൽ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തത്. റൈറ്റ് ടു ഈക്വാലിറ്റി എയിംസ് അറ്റ് എസ്റ്റാബ്ലിഷിംഗ് ഡാഷ് ഈക്വാലിറ്റി. സമത്വത്തിനുള്ള അവകാശം ഡാഷ് സമത്വം സ്ഥാപിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ആൻസർ സോഷ്യൽ ഈക്വാലിറ്റി. നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ഫ്രീഡം ഗ്യാരണ്ടീഡ് അണ്ടർ ദ റൈറ്റ് ടു ഫ്രീഡം ഈസ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന് കീഴിൽ ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യങ്ങളുടെ എണ്ണം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 6. നെക്സ്റ്റ് വരുന്നത് 10, പത്താമത്തെ ക്വസ്റ്റ്യൻ. എനി പേഴ്സൺ അറസ്റ്റഡ് ബൈ ദ പോലീസ് ഷോൾ ഹാവ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദ നിയറസ്റ്റ് മജിസ്ട്രേറ്റ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ്. പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും ഇനി പറയുന്ന ഏത് സമയത്തിനുള്ളിലാണ് അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടത്? നമുക്കൊക്കെ അറിയാവുന്നതാണ്. ആൻസർ വരുന്നത് ബി ഓപ്ഷൻ 24 hours, 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എ പേഴ്സൺ അറസ്റ്റഡ് അണ്ടർ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ക്യാൻ ബി കെപ്റ്റ് ഇൻ ജയിൽ വിത്തൗട്ട് ട്രയൽ ഫോർ എ മാക്സിമം പീരീഡ് 3 months, 6 months, 12 months, 18 months. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ പരമാവധി വിചാരണ കൂടാതെ ജയിലിലടക്കാൻ പറ്റുന്നത് 3 months ആണ്. ആൻസർ വരുന്നത് 3 months, 3 മാസമാണ്.
നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഹാസ് ബീൻ മെയ്ഡ് എ ഫണ്ടമെന്റൽ റൈറ്റ്സ് ബൈ ഡേസ് അമെൻമെന്റ് ആക്ട്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഡേസ് ഭരണഘടന ഭേദഗതി നിയമപ്രകാരം മൗലികാവകാശമാക്കി മാറ്റിയിട്ടുണ്ട്. ആൻസർ 86 86 അമെൻമെന്റ് പ്രകാരം, ആക്ട് പ്രകാരം. നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ. എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ബിലോ ദ ഏജ് ഓഫ് ഡേസ് ഈസ് പ്രൊഹിബിറ്റഡ് ബൈ ലോ. ഡേസ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിൽ ജോലിയെടുക്കുന്നതിന് നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു. ആൻസർ വരുന്നത് 14 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിൽ ജോലിയെടുപ്പിക്കുവാൻ പാടില്ല. നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ. റിലീജിയൻ ഈസ് ദ കൺസേൺ ഓഫ് ദ ഡാഷ് ഇൻ എ സെക്കുലർ സ്റ്റേറ്റ്. മതേതര രാഷ്ട്രത്തിൽ ഡാഷിൻ്റെ ആശങ്കയാണ് മതം. റിലീജിയൻ അതായത് ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തികളുടെ. ആൻസർ ഇൻഡിവിജ്വൽ. നെക്സ്റ്റ് വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ. നോ ഡാഷ് എഡ്യൂക്കേഷൻ ക്യാൻ ബി ഇംപയർഡ് ഇൻ ഏർലി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ wholly maintained out of the state funds. ഡാഷ് സംസ്ഥാന ഫണ്ടുകളിൽ നിന്ന് പൂർണ്ണമായും പരിപാലിക്കുന്ന ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും വിദ്യാഭ്യാസം നൽകുവാൻ കഴിയുന്നതാണ്. അത് വിദ്യാഭ്യാസം ഡാഷ് ഇല്ലാത്തത് ഫണ്ട് നൽകി കഴിഞ്ഞാലും നൽകാൻ പറ്റാത്ത വിദ്യാഭ്യാസം ഏതാണ്? അത് റിലീജിയസ്, മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം. ധാർമ്മിക വിദ്യാഭ്യാസം നൽകുവാൻ പറ്റും, എന്നാൽ മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുവാൻ പാടില്ല. ഇവിടെ ഓപ്ഷൻ തന്നുള്ളത് മോറൽ, റിലീജിയസ്, നോൺ ഓഫ് ദീസ്. ഇത് രണ്ടുമല്ല എന്നുള്ളതല്ല. മോറൽ, ധാർമ്മികപരമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകാൻ പറ്റും, എന്നാൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ നൽകുവാൻ സാധിക്കില്ല. നെക്സ്റ്റ് വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ. റിലീജിയസ് ഓർ ലിംഗ്വിസ്റ്റിക് ഡാഷ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ് ദെയർ ഓൺ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. മതപരമോ ഭാഷാപരമോ ആയ സ്വന്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാൻ കഴിയുന്ന വിഭാഗം ആരാണ്? മൈനോറിറ്റി, മെജോറിറ്റി. ആൻസർ വരുന്നത് മൈനോറിറ്റിയാണ്. ന്യൂനപക്ഷത്തിനാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാൻ പറ്റുന്നത്. നെക്സ്റ്റ് വരുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ഇന്ത്യ റൈറ്റ്സ് ആർ ഇഷ്യൂഡ് ബൈ ഡാഷ് കോർട്സ്. ഇന്ത്യയിലെ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഡാഷ് കോടതികളാണ്. ഏത് കോടതിയാണ്? ആൻസർ വരുന്നത് ഹൈക്കോർട്ട്. ഹൈക്കോടതിയാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡയറക്ഷൻ ഓഫ് ദ കോർട്ട് ഓഫ് ദ ഡിറ്റൈനിങ് അതോറിറ്റി ടു പ്രൊഡ്യൂസ് ദ പേഴ്സൺ ബിഫോർ ഇറ്റ് ഈസ് ദ റിട്ട് ഓഫ് ഡാഷ്. വ്യക്തിയെ ഹാജരാക്കാൻ തടങ്കലിൽ വെക്കുന്ന അധികാരിക്ക് കോടതിയുടെ നിർദ്ദേശം ഡാഷ് എന്നാണ് വരുന്നത്. അതായത് ഓരോ വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിനെന്താണ് പറയുക? ഹേബിയസ് കോർപ്പറസ് എന്നാണ് പറയുക. ഒരു വ്യക്തിയുടെ ഇതുമായി ബന്ധപ്പെട്ടതിനെ പറയാൻ നമുക്ക് ഹേബിയസ് കോർപ്പറസ് എന്നാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ. എ റിറ്റ് ടു restrain a person from acting in a public office to which he or she is not entitled is known as dash. ഒരു വ്യക്തി അവൻ അല്ലെങ്കിൽ അവൾ അല്ലാത്ത ഒരു പൊതു ഓഫീസിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഒരു വ്യക്തിയെ തടയുന്നതിനുള്ള റിട്ട് എന്നറിയപ്പെടുന്നു. ഒരു വ്യക്തിയെ തടയപ്പെടുന്നതിനുള്ള റിട്ടാണ്. അത് അറിയപ്പെടുന്നത് കോ വാറന്റോ എന്നാണ് അറിയപ്പെടുന്നത്. ആൻസർ വരുന്നത് കോ വാറന്റോ എന്നാണ് അറിയപ്പെടുക. നെക്സ്റ്റ് വരുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ. An order to a lower court to transfer the case to another court for its proper consideration in call that writs of. ഒരു കീഴ്ക്കോടതിയിലേക്കുള്ള ഉത്തരവ് അതിൻ്റെ ശരിയായ പരിഗണനക്കായി മറ്റൊരു കോടതിയിലേക്ക് കേസ് മാറ്റുന്നതിന്. അപ്പോൾ ഒരു കോടതിയിൽ നിന്ന് മറ്റൊരു കോടതിയിലേക്ക് കേസ് മാറ്റുന്നതിനെ പറയുന്ന ആ റിട്ടിന് പറയുന്ന പേരാണ് സർട്ടിയോരാരി എന്നാണ് പറയുക. ആൻസർ വരുന്നത് സർട്ടിയോരാരി എന്നാണ് ആൻസർ.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 6ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. 7ാമത്തെ ചാപ്റ്റർ നോക്കൂ. അതിൽ ഫസ്റ്റ്, ഐഡൻറ്റിഫൈ എനി പ്ലേസ് ദ ഗിവൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ വേരിയസ് കാറ്റഗറീസ്. ഗാന്ധിയൻ, എക്കണോമിക് ആൻഡ് സോഷ്യൽ, ഇന്റർനാഷണൽ പീസ് ആൻഡ് മിസലേനിയസ്. ഗാന്ധിയൻ സാമ്പത്തികം, സാമൂഹികം, അന്താരാഷ്ട്ര സമാധാനം, മറ്റു പല വിഭാഗങ്ങൾ മിസലേനിയസ് തുടങ്ങിയവ നൽകിയിരിക്കുന്ന നിർദ്ദേശ തത്വങ്ങൾ അനുസരിച്ച് അതിനെ വേർതിരിക്കാനാണ്. ഓരോ നിർദ്ദേശങ്ങളും ഈ പറയപ്പെട്ട 5 കാര്യത്തിൽ ഏതാണോ വരുന്നതെന്ന് വേർതിരിക്കുക. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ടു പ്രൊമോട്ട് കോട്ടേജ് ഇൻഡസ്ട്രീസ്, കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അത് ആൻസർ ഗാന്ധിയനിലാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ടു പ്രൊവൈഡ് അഡീക്വറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഫോർ ബോത്ത് മെൻ ആൻഡ് വിമൻ. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മതിയായ ഉപജീവന മാർഗങ്ങൾ നൽകുക. അത് വരുന്നത് സോഷ്യൽ ആൻഡ് എക്കണോമിക് എന്നുള്ള അണ്ടറിലാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് തേർഡ് വൺ, മൂന്നാമത്തത്, ടു പ്രൊവൈഡ് ലിവിങ് വേജ് ഫോർ വർക്കിംഗ് സെക്ഷൻസ്. ജോലി ചെയ്യുന്ന വിഭാഗങ്ങൾക്ക് ജീവിത വേതനം നൽകുക. അത് വരുന്നത് സോഷ്യൽ ആൻഡ് എക്കണോമിക് എന്നുള്ളതിലാണ് വരുന്നത്. ഇനി ഫോർത്ത് വൺ, നാലാമത്തത്, ടു പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അൺടിൽ ദ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 6 years. 6 വയസ്സ് തികയുന്നത് വരെ എല്ലാ കുട്ടികൾക്കും ബാല്യകാല പരിചരണവും വിദ്യാഭ്യാസവും നൽകുക. അത് സോഷ്യൽ ആൻഡ് എക്കണോമിക് എന്നുള്ളതിലാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫിഫ്ത്ത്, അഞ്ചാമത്തത്, വരുന്നത് ടു പ്രൊട്ടക്ട് ഹിസ്റ്റോറിക്കൽ മോണമെന്റ്സ്, ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് മിസലേനിയസ്, മറ്റുള്ള കാര്യങ്ങൾ എന്നുള്ള ഹെഡിലാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ആറാമത്തത് വരുന്നത് ടു ബ്രിങ് അബൌട്ട് റിഫോം ടു സേവ് എൻവയോൺമെന്റ് ഫ്രം പൊല്യൂഷൻ ആൻഡ് പ്രൊട്ടക്ട് വൈൽഡ് ലൈഫ്. പരിസ്ഥിതിയെ മലിനീകരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും വന്യജീവികളെ സംരക്ഷിക്കുന്നതിനുമുള്ള പരിഷ്കരണങ്ങൾ കൊണ്ടുവരിക. അത് മിസലേനിയസിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് 6 ഹെഡിലായിട്ട് ഏതെല്ലാമാണ് വരുന്നത് എന്ന് വേർതിരിച്ചു കൊടുത്തത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ഓൾട്ടർനേറ്റീവ്സ് ഗിവൺ ബിലോ. താഴെ നൽകിയിട്ടുള്ളതിൽ നിന്ന് ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതി കൊടുക്കാനാണ്. അതിൽ നോക്കൂ, 7ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ പെർസെൻറ്റേജ് ഓഫ് ലിറ്ററേറ്റ് പീപ്പിൾ അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യ സമയത്ത് സാക്ഷരരായിട്ടുള്ള ആളുകളുടെ ശതമാനം എത്രയായിരുന്നു? എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് സാക്ഷരതയുള്ള ആളുകളുടെ ശതമാനം എത്രയായിരുന്നു? 14%, 14% ആൻസർ. നെക്സ്റ്റ് വരുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സ്റ്റാർട്ടഡ്. ദേശീയ വിദ്യാഭ്യാസ നയം എപ്പോഴാണ് ആരംഭിച്ചത്? ആൻസർ 1986. നെക്സ്റ്റ് വരുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ പ്രൊവിഷൻ അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ മെയ്ഡ്. ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ് കുട്ടികളെ ചൂഷണം ചെയ്യുന്നതിന് എതിരെയുള്ള വ്യവസ്ഥ? ആൻസർ ഫണ്ടമെന്റൽ റൈറ്റ്സ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വിമൻ പ്രൊവൈഡ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുക. അത് വരുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നുള്ള തത്വത്തിലാണ് വരുന്നത്. ആൻസർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സ്ത്രീ ശിശു വികസന വകുപ്പ് എപ്പോഴാണ് സ്ഥാപിതമായത്? വർഷം? ആൻസർ 1985.
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതിൽ ആൻസർ പൂരിപ്പിച്ചു കൊടുക്കാനാണ്. ഫസ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ, എ ഡാഷ് സ്റ്റേറ്റ് ടേക്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൊവൈഡിങ് ഗുഡ് ആൻഡ് സർവീസസ് ടു ദ വീക്കർ സെക്ഷൻ ഇൻ സൊസൈറ്റി. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സാധനങ്ങളും സേവനങ്ങളും നൽകുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഏത് സ്റ്റേറ്റ് അത് ഏറ്റെടുക്കുന്നത്? അതാണ് വെൽഫെയർ ആണ്. ആ പേര് പോലെ തന്നെ ആൻസർ വരുന്നത് വെൽഫെയർ. നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ, ഗവൺമെന്റ് ഹാസ് ട്രൈഡ് ടു ബ്രിങ് അബൌട്ട് ഡാഷ് ഡിസ്റ്റർബേഷൻ ഓഫ് വെൽത്ത്. സമ്പത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിന്റെ വിതരണം കൊണ്ടുവരുവാൻ സർക്കാർ ശ്രമിക്കുന്നത്. അത് ഈക്വാലിറ്റി, ഇക്വിറ്റബിൾ. ആൻസർ വരുന്നത് ഇക്വിറ്റബിൾ ആണ് വരുന്നത്. തുല്യമായിട്ട് വിതരണം ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ, ദ സിസ്റ്റം ഹാസ് ബീൻ അബോളിഷ്ഡ് ഓൾ ഓവർ ഇന്ത്യ. ഇന്ത്യയിലുടനീളം ഡാഷ് സമ്പ്രദായം നിർത്തലാക്കപ്പെട്ടു. ആൻസർ വരുന്നത് ജമീന്ദാരി സമ്പ്രദായം. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ഹാസ് ബീൻ സെറ്റപ്പ് ടു പ്രൊമോട്ട് ഡാഷ് ഇൻഡസ്ട്രീസ്. ഡാഷ് വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഖാദി ഗ്രാമവ്യവസ്ഥ ബോർഡ് രൂപീകരിച്ചു. ആൻസർ സ്മോൾ, ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ വേർ ഗിവൻ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ബൈ ഡാഷ് അമെൻമെന്റ് ആക്ട്സ്. ഭേദഗതി നിയമം വഴി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകിയ അമെൻമെന്റ് ആക്ട് ഏതാണ്? 73rd. ആൻസർ 73ാം അമെൻമെന്റ് ആക്ട് പ്രകാരമാണ്. ഇതും ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏത് ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്ത് രാജ് നൽകിയത്, ഭരണഘടനാ പദവി നൽകിയത്? 73ാം അമെൻമെന്റ് ആക്ട് പ്രകാരമാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ഡാഷ് ഇൻ നേച്ചർ. നിർദ്ദേശക തത്വങ്ങൾക്ക് ഡാഷ് സ്വഭാവമാണ് ഉള്ളത്. ആൻസർ പോസിറ്റീവ്. നെക്സ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് എയിം അറ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് എവറി ഡാഷ്. ഓരോ ഡാഷിൻ്റെയും വികസനമാണ് മൗലിക അവകാശങ്ങൾ ലക്ഷ്യമിടുന്നത്. ആൻസർ വരുന്നത് ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തിയുടെയും വികസനമാണ്. നെക്സ്റ്റ് വരുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആർ മെന്റ് ടു എസ്റ്റാബ്ലിഷ് ഡാഷ് ഡെമോക്രസി. നിർദ്ദേശക തത്വങ്ങൾ ജനാധിപത്യം സ്ഥാപിക്കുന്നതിനാണ്. നിർദ്ദേശക തത്വങ്ങൾ ഡാഷ് ജനാധിപത്യം സ്ഥാപിക്കുന്നതിനാണ്. ഇവിടെ വരുന്നത് എക്കണോമിക് ഡെമോക്രസി. നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഹാവ് ഡാഷ് റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അതർ ക്ലോസ്, ഇൻഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. അടിസ്ഥാന അവകാശങ്ങൾക്കും നിർദ്ദേശക തത്വങ്ങൾക്കും പരസ്പരം ഡാഷ് ബന്ധമുണ്ട്. അവിടെ ക്ലോസ്. ആൻസർ വരുന്നത് ക്ലോസ് റിലേഷൻഷിപ്പ്. ഇനി നെക്സ്റ്റ് വരുന്നത് ട്രൂ ഓർ ഫാൾസ്, തെറ്റ് ശരി രേഖപ്പെടുത്താനാണ്. അതിൽ 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ദ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ആർ ദ ടു സൈഡ് ഓഫ് സെയിം കോയിൻ. അവകാശങ്ങളും കടമകളും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. അത് ആൻസർ യെസ്, ശരി, യെസ് ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 22ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് വേർ ദയർ ഇൻ ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ. മൗലികാവകാശങ്ങൾ യഥാർത്ഥ ഭരണത്തിൽ ഉണ്ടായിരുന്നു. നോ ആണ് വരുന്നത്. നെക്സ്റ്റ് 23ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഹാവ് ബീൻ മെൻഷൻ എലോങ് വിത്ത് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. മൗലികാവകാശങ്ങൾക്കൊപ്പം മൗലിക കടമകളും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. യെസ്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ,
ദർ ആർ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നൗ. ഇപ്പോൾ 10 മൗലിക കടമകൾ ഉണ്ട്. നോ, തെറ്റാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ചൂസ് ആർ റൈറ്റ് ആൻസർ. ശരിയായ ആൻസർ തിരഞ്ഞെടുക്കാനാണ്. അത് 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ ജസ്റ്റിസബിൾ ഓൺ ജസ്റ്റിക്കേബിൾ. മൗലിക കടമകൾ നീതിപൂർവമാണ്, നീതിപൂർവമല്ല. മൗലിക കടമകൾ നീതിപൂർവമാണ്, നീതിപൂർവമല്ല. ആൻസർ വരുന്നത് നോൺ ജസ്റ്റിസബിൾ ആണ് വരുന്നത്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ദീസ് ഡ്യൂട്ടീസ് ആർ ക്ലിയർ ആംബിഗസ്. ഈ കടമകൾ, അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അത് ക്ലിയർ ആണ്, വ്യക്തമാണ്, അവ്യക്തമാണ്. ആൻസർ വരുന്നത് ആംബിഗസ്, അവ്യക്തമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 7ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. നമുക്ക് 8ാമത്തെ ചാപ്റ്റർ നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ എ ഫെഡറേഷൻ ദ പവേഴ്സ് ആർ ഡാഷ്. ഒരു ഫെഡറേഷനിലെ അധികാരങ്ങളാണ് വിത്ത് ദ സെൻറ്റർ, വിത്ത് ദ സ്റ്റേറ്റ്, ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്സ്. ഒരു ഫെഡറേഷൻ്റെ അധികാരങ്ങൾ അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻസർ വരുന്നത് ഡിവൈഡ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്. കേന്ദ്രത്തിനും അതുപോലെ ഓരോ സംസ്ഥാനങ്ങൾക്കും ഇടയിൽ വിഭജിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് 2ാമത്തെ ക്വസ്റ്റ്യൻ. ഫെഡറേഷൻ ഹാസ് എ ഡാഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഫെഡറേഷന് ഒരു ഡാഷ് ഭരണഘടനയുണ്ട്. ആൻസർ വരുന്നത് റിട്ടേൺ, എഴുതി തയ്യാറാക്കിയ ഭരണഘടനയുണ്ട്. നെക്സ്റ്റ് വരുന്നത് 3ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദർ ആർ ഡാഷ് ലിസ്റ്റ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഡാഷ് ലിസ്റ്റുകളുണ്ട്. ആൻസർ 3, 3 ലിസ്റ്റുകളുണ്ട്. നെക്സ്റ്റ് വരുന്നത് 4ാമത്തെ ക്വസ്റ്റ്യൻ. 66 സബ്ജക്റ്റ് ആർ ഇൻക്ലൂഡിങ് ദ ഡാഷ് ലിസ്റ്റ്. 66 വിഷയങ്ങൾ ഡാഷ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്റ്റേറ്റിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റിൽ. നെക്സ്റ്റ് വരുന്നത് 5ാമത്തെ ക്വസ്റ്റ്യൻ. ദ കൺകറന്റ് ലിസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ഡാഷ് സബ്ജക്ട്സ്. കൺകറന്റ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ. ആൻസർ 47, 47 സബ്ജക്റ്റുകളാണ്. നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡാഷ് മേ ചേഞ്ച് ദ ഏരിയ ഓഫ് എ സ്റ്റേറ്റ് ബൈ ലോ. ഡാഷ് നിയമപ്രകാരം ഒരു സംസ്ഥാനത്തിൻ്റെ വിസ്തീർണം മാറ്റിയേക്കാം. അത് തീരുമാനം നിയമപ്രകാരം പാർലമെൻറ്റിൻ്റെ. ആൻസർ വരുന്നത് പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ നിയമപ്രകാരമാണ് സംസ്ഥാനത്തിൻ്റെ വിസ്തീർണം മാറ്റുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ. ഓൾ ഇന്ത്യൻ സർവീസ് ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഡാഷ്. എല്ലാ ഇന്ത്യൻ സർവീസുകളും ഡാഷിൻ്റെ നിയന്ത്രണത്തിലാണ്. ആൻസർ വരുന്നത് യൂണിയൻ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ സർവീസുകളുടെ ഒക്കെ ഒന്നുകിൽ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്. കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാ ഇന്ത്യൻ സർവീസുകളും വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 8ാമത്തത്. ഇൻ എ ഫെഡറേഷൻ ദർ ഈസ് ഡാഷ് റെപ്രസെൻറ്റേഷൻ ഇൻ ദ അപ്പർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്. ഒരു ഫെഡറേഷനിൽ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയിൽ ഡാഷ് പ്രാതിനിധ്യം ഉണ്ട്. ആൻസർ വരുന്നത് അനീക്വൽ. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ. ദ യൂണിയൻ ലിസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ഡാഷ് സബ്ജക്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ ഡാഷ് വിഷയങ്ങൾ ഉൾപ്പെടുന്നു. ആൻസർ 97, 97. അതിന് നെക്സ്റ്റ് വരുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ. പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് ഈ സബ്ജക്റ്റ് ഇൻ ദ ഡാഷ് ലിസ്റ്റ്. പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് ഡാഷ് പട്ടികയിലുള്ള വിഷയങ്ങളാണ്. അത് വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. ആൻസർ യൂണിയൻ ലിസ്റ്റ്. നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ. ദ ക്യാൻ ലെജിസ്ലേറ്റീവ് ഓൺ സബ്ജക്റ്റ് ഇൻ സ്റ്റേറ്റ് ലിസ്റ്റ് വെൻ ദർ ഈസ് പ്രസിഡൻസ് റൂൾസ്. രാഷ്ട്രപതി ഭരണം ഉള്ളപ്പോൾ ഡാഷ് സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങൾ നിയമനിർമ്മാണം നടത്തുവാൻ കഴിയും. നിയമനിർമ്മാണം നടത്തുവാൻ കഴിയുന്നത് ആർക്കാണ്? ആൻസർ വരുന്നത് പാർലമെൻറ്റിനാണ് നിയമനിർമ്മാണം നടത്തുവാൻ സാധിക്കുക. നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ.
ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഈസ് എ സബ്ജക്റ്റ് വിത്ത് ഡാഷ് ലിസ്റ്റ്. വ്യാപാരവും വാണിജ്യവും പട്ടികയിലുള്ള ഡാഷ് പട്ടികയിലുള്ള വിഷയമാണ്. ഏതിൻ്റെയാണ് ആൻസർ? സ്റ്റേറ്റിൻ്റെ ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റ്. നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ. പ്രപ്പോസൽ ഫോർ അമെൻമെന്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി ഇനീഷ്യേറ്റഡ് ഓൺലി ബൈ ഡാഷ് ഗവൺമെന്റ്. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള നിർദ്ദേശം ഡാഷ് സർക്കാരിന് മാത്രമേ കഴിയുകയുള്ളൂ. സെൻട്രൽ ഗവൺമെന്റ്. ഭരണഘടനാ ഭേദഗതി സെൻട്രൽ ഗവൺമെന്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫെഡറൽ. ഇന്ത്യൻ ഭരണഘടന ഡാഷ് ഫെഡറൽ ആണ്. ആൻസർ വരുന്നത് ഗാസി. നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ആർ ഡിമാൻഡിങ് ഡാഷ് ഓട്ടോണമി. സംസ്ഥാനങ്ങൾക്ക് ഡാഷ് സ്വയംഭരണം ആവശ്യപ്പെടുന്നു. അതിൻ്റെ ആൻസർ ഗ്രേറ്റർ. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ. കമ്മീഷൻ ഹാസ് സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ടിംഗ് റിലേറ്റിംഗ് ടു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. കേന്ദ്ര സംസ്ഥാന ബന്ധവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ആ കമ്മീഷൻ ഏതാണ്? സർക്കാരിയ കമ്മീഷൻ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് 8ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. ഇനി നമുക്ക് 9ാമത്തെ ചാപ്റ്റർ നോക്കാം. അതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫസ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ. പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി ഗിവൻ എൻലാർജ്ഡ് പവർ ടു ദ ഡാഷ്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഡാഷിന് വിപുലമായ അധികാരങ്ങൾ നൽകുന്നു. യൂണിയൻ ഗവൺമെന്റിന്, അതായത് കേന്ദ്ര സർക്കാരിനാണ് അധികാരങ്ങൾ നൽകുന്നത്. നെക്സ്റ്റ് വരുന്നത് 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നാഷണൽ എമർജൻസി ക്യാൻ ബി ഡിക്ലെയർഡ് അണ്ടർ ആർട്ടിക്കിൾ ഡാഷ്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? ആൻസർ 352 ആർട്ടിക്കിൾ പ്രകാരം. നെക്സ്റ്റ് വരുന്നത് 3ാമത്തെ ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് ദിസ് പീരീഡ് ഓഫ് നാഷണൽ എമർജൻസി ലോക്സഭ ക്യാൻ എക്സ്റ്റെൻഡ് ഇറ്റ്സ് ടേം ബൈ ഡാഷ് അറ്റ് എ ടൈം. ദേശീയ അടിയന്തരാവസ്ഥയുടെ ഈ കാലയളവിൽ ലോക്സഭക്ക് അതിൻ്റെ കാലാവധി ഒരേ സമയം ഡാഷ് വരെ നീട്ടുവാൻ പറ്റും. ആൻസർ 1 ഇയർ, 1 വർഷം വരെ നീട്ടാം. നെക്സ്റ്റ് വരുന്നത് 4ാമത്തെ ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് നാഷണൽ എമർജൻസി ദ റൈറ്റ് ടു ക്യാൻ ബി റെസ്ട്രിക്റ്റഡ്. ദേശീയ അടിയന്തരാവസ്ഥയുടെ സമയത്ത് ഡാഷ് എന്നുള്ള അവകാശം പരിമിതപ്പെടുത്താം. ആൻസർ വരുന്നത് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പരിമിതപ്പെടുത്താം. ഇനി നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ. ഓൺ 25 ജൂൺ 1975 നാഷണൽ എമർജൻസി വാസ് ഡിക്ലെയർഡ് ഓൺ ദ ഗ്രൂപ്പ് ഓഫ് ഡാഷ്. 1975 ജൂൺ 25-ന് ഡാഷ് കാരണത്താൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതിൻ്റെ ആൻസർ വരുന്നത് ഇന്റേണൽ ഡിസ്റ്റർബൻസസ്, അതായത് ആഭ്യന്തര കലാപങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര അസ്വസ്ഥതകൾ പ്രകാരമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇവിടെ ഈ ഒരു വർഷം നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 ജൂൺ 25-നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ പ്രസിഡന്റ് ക്യാൻ ഡിക്ലെയർഡ് നാഷണൽ എമർജൻസി ഓൺലി ഇഫ് ഡാഷ്. ഡാഷ് ആണെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ആൻസർ വരുന്നത് ക്യാബിനറ്റ് റെക്കമെൻഡിങ് ഇൻ റൈറ്റ്. മന്ത്രിസഭ ബി ഓപ്ഷനാണ് വരുന്നത് കേട്ടോ. അതായത് മന്ത്രിസഭ രേഖാമൂലം റെക്കമെൻഡേഷൻ ശുപാർശ നൽകിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ കഴിയുള്ളൂ. ആൻസർ വരുന്നത് ക്യാബിനറ്റ് റെക്കമെൻഡേഷൻ ഇൻ റൈറ്റിംഗ്. രേഖാമൂലം ശുപാർശ മന്ത്രിസഭ നൽകേണ്ടതുണ്ട്. നെക്സ്റ്റ് വരുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വൺസ് അപ്രൂവ്ഡ് ബൈ ദ പാർലമെന്റ് ദ നാഷണൽ എമർജൻസി ഓർഡിനറിലി റിമൈനിങ് ഇൻ ഫോഴ്സ് ഫോർ എ പീരീഡ് ഓഫ് ഡാഷ്.
പാർലമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ദേശീയ അടിയന്തരാവസ്ഥ സാധാരണയായി ഡേയ്സ് കാലയളവിലേക്ക് പ്രാബല്യത്തിൽ വരുന്നതാണ്. ആൻസർ 6 months, 6 മാസത്തേക്കാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ഡ്യൂ ടു ദ ബ്രേക്ക് ഡൗൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ എ സ്റ്റേറ്റ് ഈസ് കവേർഡ് അണ്ടർ ആർട്ടിക്കിൾ. ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനത്തിന്റെ തകർച്ച മൂലമുണ്ടാകുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആൻസർ വരുന്നത് ആർട്ടിക്കിൾ 35356, ആർട്ടിക്കിൾ 356 പ്രകാരമാണ്. ആൻസർ ആർട്ടിക്കിൾ 356. നെക്സ്റ്റ് വരുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഇമ്പോസിഷൻ ഓഫ് പ്രസിഡന്റ് റൂൾസ് ഇൻ എ സ്റ്റേറ്റ് ക്യാൻ കണ്ടിന്യൂസ് ഫോർ ഡാഷ് മന്ത്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ പാർലമെന്റ്. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത് പാർലമെന്റിന്റെ അംഗീകാരമില്ലാത്ത ഡാഷ് മാസം വരെ തുടരുവാൻ പറ്റുന്നതാണ്. ആൻസർ വരുന്നത് 2 months. ഇനി നെക്സ്റ്റ് വരുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രസിഡന്റ് റൂൾ ഇൻ എ സ്റ്റേറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് അപ് ടു എ മാക്സിമം പീരീഡ് ഓഫ് ഡാഷ്. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നീട്ടാവുന്ന പരമാവധി കാലം ഏതാണ്? 1 year ആണ്. ആൻസർ 1 year. നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി ഡ്യൂ ടു ദ ഫെയിലിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മിഷനറി ഇൻ എ സ്റ്റേറ്റ് ഈസ് മെയ്ഡ് ഓൺ ദ അഡ്വൈസ് ഓഫ് ദ ഡാഷ്. ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനത്തിന് പരാജയം മൂലമുണ്ടാകുന്ന അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ഡാഷിന്റെ ഉപദേശപ്രകാരമാണ് നടത്തുന്നത്. അതിന് ഉപദേശം നൽകുന്നത് ആരാണ്? ആൻസർ ഗവർണർ. ആൻസർ ഗവർണർ. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ. ദ പാർലമെന്റ് ക്യാൻ അപ്രൂവ്ഡ് ബൈ ഇമ്പോസിഷൻ ഓഫ് പാർലമെന്റ്സ് റൂൾ ഇൻ ദ സ്റ്റേറ്റ് ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് അറ്റ് എ ടൈം. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഒരേ സമയം ഡേയ്സ് കാലയളവിലേക്ക് ഏർപ്പെടുത്തുവാൻ പാർലമെന്റിന് അംഗീകാരം നൽകുവാൻ പറ്റുന്നതാണ്. അതിന് പറ്റുന്ന കാലാവധി 6 months. ആൻസർ 6 മാസം. നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ ഡാഷ് കവേഴ്സ് ദ ഫിനാൻഷ്യൽ എമർജൻസി പ്രൊവിഷൻസ്. ആർട്ടിക്കിൾ ഡാഷ് പ്രകാരം സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു. ആർട്ടിക്കിൾ 356. ആൻസർ വരുന്നത് ആർട്ടിക്കിൾ 356. നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ. ഫിനാൻഷ്യൽ എമർജൻസി ഹാസ് ബീൻ ഇമ്പോസ്ഡ് ഇൻ അവർ കൺട്രി ഓൺലി. നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഡാഷ് മാത്രമാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞത് അടിയന്തരാവസ്ഥയാണ്, ഇവിടെ പറഞ്ഞത് സാമ്പത്തിക അടിയന്തരാവസ്ഥ. നെവർ. ഇതുവരെയും ഇന്ത്യയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. ആൻസർ നെവർ. നെക്സ്റ്റ് വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ. ഫിനാൻഷ്യൽ എമർജൻസി ക്യാൻ ബി ഇമ്പോസ്ഡ് ഫോർ എ പീരീഡ് ഓഫ് ഡേയ്സ് അറ്റ് എ ടൈം. ഒരു സമയം ഡേയ്സ് കാലയളവിലേക്ക് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ കഴിയുന്നതാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഡിസൈർഡ് ലെങ്ത്. ഒരു നിശ്ചിത കാലയളവ് എന്നല്ല, ഓപ്ഷൻ എന്നല്ല 2 months 6 months എന്നല്ല, ഡിസൈർഡ് ലെങ്ത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാലയളവിലേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ കഴിയും. ഇനി നെക്സ്റ്റ് വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫിനാൻഷ്യൽ എമർജൻസി ഹാസ് ടു ബി പാസ്ഡ് ബൈ ദ പാർലമെന്റ് വിത്തിൻ ഡാഷ്. ഡാഷിനുള്ളിൽ പാർലമെന്റ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പാസ്സാക്കണം. സാമ്പത്തിക അടിയന്തരാവസ്ഥ 2 മാസത്തിനുള്ളിൽ 2 months. ആൻസർ 2 months. 2 മാസത്തിനുള്ളിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പാസ്സാക്കണം. നെക്സ്റ്റ് വരുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ. അണ്ടർ ഫിനാൻഷ്യൽ എമർജൻസി ദ പ്രസിഡന്റ് മേ ഗിവൻ ഡയറക്ഷൻസ് ടു റെഡ്യൂസ് ദ സാലറീസ് ആൻഡ് അലവൻസ് ഓഫ് ഡാഷ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രകാരം ഡാഷിന്റെ ആളുകളുടെ ശമ്പളവും അലവൻസുകളും കുറക്കുവാൻ
രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകുവാൻ സാധിക്കുന്നതാണ്. ആരുടെയാണ് ആൻസർ വരുന്നത്? ഓൾ ഗവൺമെൻറ് ഫങ്ഷണറീസ് ഇൻക്ലൂഡിങ് ജഡ്ജസ്. അതായത് ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും ശമ്പളം കുറക്കുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞാൽ, പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ മൊഡ്യൂളിലെ MCQ അതുപോലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇതിലെ എല്ലാ MCQൻ്റെയും എല്ലാ മൊഡ്യൂളിൻ്റെയും ക്വസ്റ്റ്യൻസുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പൊളിറ്റിക്സിൻ്റെ ക്ലാസ്സുകളുണ്ട്, ഹിസ്റ്ററിയുടെയൊക്കെ ക്ലാസ്സുകളുണ്ട്. എല്ലാ ക്ലാസ്സുകളും കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. എക്സാമിന് നന്നായിട്ട് പഠിക്കുക. നല്ല മാർക്ക് വാങ്ങി പാസ്സാകാൻ ശ്രമിക്കണം. ഓക്കെ, ഇതിൻ്റെ ബാക്കി ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.